ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിരിക്കാൻ വിചാരിക്കുന്നു. ഞാനിവിടെ സൂപ്പർ ആയിരിക്കുകയാണ് കേട്ടോ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് കോമൻസിന് റിപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ഐ നോ നമ്മളൊരു പരിചയമില്ലാത്ത ഒരാൾക്ക് എപ്പോഴാണ് മെസ്സേജ് അയക്കുക, നമുക്ക് സഹായതാവസ്ഥയിലായിരിക്കും. ഞാനും അത്തരത്തിലുള്ള സിറ്റുവേഷനൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ. റിപ്പീറ്റേഴ്സ് കുട്ടികളാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. സോ മൈ റിപ്ലൈ വിൽ ബി നോട്ട് പെർഫെക്റ്റ് ബിക്കോസ് ഞാൻ നീറ്റ് റിപ്പീറ്റർ ആയിരുന്നു. ഞാൻ കടന്നു പോയിട്ടില്ല അത്തരത്തിലുള്ള സിറ്റുവേഷൻ. പക്ഷെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് അവർ അങ്ങനെയുള്ള സിറ്റുവേഷൻ കടന്നു പോയിട്ടുള്ള ആളുകളെത്തൊക്കെ സംസാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്. ആൻഡ് ഗൈസ് ആണെങ്കിലും നീറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇനിയും സമയമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രോപ്പറായി പ്രാക്ടിക്കലായി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളൊക്കെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോവാം. ആൻഡ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ടു പ്രിപ്പയർ കീം അലോങ് വിത്ത് ജെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ആൾ ഡെലുലു ആണ്. സോ ഹായ് ഡെലുലു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഞാൻ ആൻസർ ചെയ്യാം കേട്ടോ. അതായത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ജെ കോച്ചിങ് ആണ് മോസ്റ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കീമിന് വേണ്ടിയിട്ടുള്ള ഒറ്റൊരു കോച്ചിങ് എന്തില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും സ്റ്റാർട്ടിങ് മുതലൊന്നും അവൈലബിൾ ആയിട്ടില്ല. ആൻഡ് ലാസ്റ്റ് ഒക്കെ ആവുന്ന സമയത്താണ് അവർ കീമിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് കൊടുക്കുക. ഇവൻ ക്രാഷ് ആണെന്നുണ്ടെങ്കിലും ജെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും കീമിനുള്ള കോച്ചിങ് അവർ ടുവേർഡ്സ് എൻഡ് ആണ് കൊടുക്കാറുള്ളത്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈവൻ സൈലാണെങ്കിലും ബ്രില്യന്റ് ടോപ്പ് അങ്ങനെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. സോ ബേസിക്കലി പല കുട്ടികളും ഒരു പകുതിയൊക്കെ എത്തുമ്പോഴത്തേനും മടുക്കും, തന്നെ കൊണ്ട് ജെയ് പറ്റൂല, അപ്പൊ ഇനി കീമിന് ഫോക്കസ് ചെയ്യാം. അതിന്റെ അവസാനം ജെയ് കോച്ചിങ്ങിന് പോയിട്ട് കീമും ഇല്ല ജെയ്യും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് മെജോറിറ്റി എത്തിപ്പെടാറുള്ളത്. മെജോറിറ്റി എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് പേരൊക്കെ എത്തിപ്പെടാറുള്ളത്. പ്രോപ്പറായിട്ട് ജെയ് ഫോക്കസ് ചെയ്ത് പോകുന്ന കുട്ടികൾ ജെയിലേക്ക് പോകും. ഒരു വിഭാഗം ആളുകൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. വേറൊരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, അവര് പ്രാക്ടിക്കലി എന്ത് ചെയ്യും, ജെയ് തന്നെ കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലാകുമ്പോഴത്തേനും അവർ കീമിനെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് കീമിന് എന്ത് ചെയ്യും, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത് നല്ലൊരു കോളേജിൽ കയറി പറ്റാൻ നോക്കും. അത് വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ജെയ് എന്ന് പറയുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് ഒന്നാമത് ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാമാണ്. കോമ്പറ്റീഷൻ മാത്രമല്ല, ലക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. നമ്മൾ കയറുന്ന ഷിഫ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസും ആ സമയത്ത് ഷിഫ്റ്റിൽ ഏത് കുട്ടിയാണോ ആ ഏത് കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ പെർസെൻറ്റൈൽ മാർക്ക് വന്നേ അതിൻ്റെയൊക്കെ ബേസിലായിരിക്കും നമ്മുടെ പെർസെൻറ്റൈലും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അതൊരു ലക്ക് ഫാക്ടറിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ കീം അങ്ങനെയല്ല, കീം മാർക്ക് മാത്രമാണ് നോക്കുന്നത്. സോ ആ ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് പ്രാക്ടിക്കലായിട്ട് കുറെ കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജെയും കീമും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നായിരുന്നു. സോ എൻ്റെ ഒരു സജഷനാണ്, ഞാൻ ചിന്തിച്ചപ്പോൾ വന്നൊരു കാര്യമാണ്. എനിക്ക് മെസ്സേജസ് വന്നിട്ടുള്ളത് കൂടുതൽ സൈലത്തിൽ പഠിക്കുന്ന കുട്ടികളെ നിന്നായിരുന്നു. അപ്പോൾ സൈലത്തിലെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ദിവസം ഓൺലൈൻ ക്ലാസ്സും ഒരു ദിവസം ഓഫ്ലൈൻ ക്ലാസ്സും ആണല്ലോ വരുന്നത്. സോ നിങ്ങൾക്ക് കീമിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഓഫ്ലൈൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഡേ സ്കോളേഴ്സ് ആണെങ്കിലും ഹോസ്റ്റലേഴ്സ് ആണെങ്കിലും തിരിച്ച് ഹോസ്റ്റലിൽ വീട്ടിലെത്തുമ്പോഴത്തേനും ടയേർഡ് ആവും. അപ്പോൾ ടയേർഡ് ആയതിനു ശേഷം നിങ്ങൾ ജെയുടെ ക്വസ്റ്റ്യൻസ് എന്താണ് കുറച്ചുകൂടി ഹെക്റ്റിക് ആണ്, പക്ഷെ കീമിന്റെ ക്വസ്റ്റ്യൻസ് എന്താണ് കുറച്ചും കൂടി സിമ്പിൾ ആണല്ലേ, നിങ്ങൾക്ക് പെട്ടെന്ന് ഫോക്കസ് ചെയ്ത് പോവാം. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ സബ്ജക്റ്റും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അതായത് കീമി നിങ്ങളുടെ ഓഫ്ലൈൻ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലാണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾ കീമിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ബിക്കോസ് അത് നിങ്ങൾ ഹെക്റ്റിക് ആണ്. ആദ്യം നിങ്ങൾ ഓരോ സബ്ജക്റ്റിന് 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക, നെക്സ്റ്റ് ഒരു 20 ക്വസ്റ്റ്യൻസ് ആക്കുക. അങ്ങനെ പതുക്കെ കയറ്റി കൊണ്ടുവരിക. അപ്പൊ നിങ്ങൾ കീമിന്റെ അന്നത്തെ ദിവസങ്ങൾ ഫുൾഫിൽ ചെയ്തു. പിന്നെ എന്ന് പറയുന്നത് നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, ഓൺലൈൻ ക്ലാസ് ഉള്ള ദിവസം ജെയുടെ ക്വസ്റ്റ്യൻസും ജെയുടെ കാര്യങ്ങളിലും കൂടുതൽ ഫോക്കസ് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ രണ്ടും കൂടി ഒരു ബാലൻസ് ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളത്. ആൻഡ് എപ്പോഴും ഗോൾ സെറ്റ് ചെയ്യുന്നത് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് സെറ്റ് ചെയ്യുക. നമ്മൾ അൺറിയലിസ്റ്റിക് ആയിട്ട് പ്രാക്ടിക്കലി നടക്കാത്ത ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ 24 hours ഉള്ള 20 hours ഞാൻ പഠിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കുമോ, നടക്കാത്ത കാര്യമാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഗോളുകൾ സെറ്റ് ചെയ്യാതെ മാക്സിമം പ്രാക്ടിക്കലായിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാന്നുണ്ടെങ്കിൽ ഐ ഹോപ്പ് ജെയും കീമും കുറച്ച് ബാലൻസ്ഡ് ആയിട്ട് പോകും. പിന്നെ ഒരു പകുതി എത്തുമ്പോഴത്തേനും ഏത് ആൾക്കാണെങ്കിലും മനസ്സിലാവും, അതായത് എന്നെ കൊണ്ട് പറ്റുമോ ജെയ്യേ എന്നുള്ളത്. എന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ കുറച്ചും കൂടി കീം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പൊ നിങ്ങൾ വിചാരിക്കുക എങ്ങനെയാണ് ജെയുടെ ക്ലാസ്സിൽ പോയിട്ട് ഞാൻ കീം ഫോക്കസ് ചെയ്യാന്നുള്ളത്. ജെയുടെ ക്ലാസ്സിൽ പോകുമ്പോഴത്തേനും നിങ്ങൾക്ക് തിയറി പ്രോപ്പർ ആയിട്ട് കിട്ടില്ലേ, അതായത് എല്ലാത്തിനെയും ഫോർമുലയും കാര്യങ്ങളും കുറച്ചുകൂടി ഡീപ്പ് ഡെപ്തിൽ കിട്ടില്ലേ. ആൻഡ് വീട്ടിൽ വന്നിട്ട് കീമിന്റെ ക്വസ്റ്റ്യൻസ് പ്രോപ്പർ ആയിട്ട് ചെയ്യുക, എല്ലാ ഇയേഴ്സിലെയും ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് നമ്മുടെ പ്രാക്ടിക്കലി നമുക്ക് ലൈഫിൽ എന്താണ് നല്ലൊരു കോളേജിൽ എത്തണം, ജോലി കിട്ടണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സോ മാക്സിമം പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോവുക. ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ എത്തുന്നേക്കാളും നല്ലത് എന്താണ്, എന്തെങ്കിലും ഉള്ളൊരവസ്ഥയിൽ എത്തുന്നതാണ്.
സോ ഇതാണ് എനിക്ക് ഈ ക്വസ്റ്റ്യന് റിപ്ലൈ തരാനായിട്ടുള്ളത് കേട്ടോ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ നോട്ട്സ് എങ്ങനെ എഴുതിയത്? നോട്ട്സ് ഉണ്ടായിരുന്നോ? ഓർ DPP ഇറ്റ്സെൽഫ് തന്നെയാണോ പഠിച്ചത്? ഓഫ്ലൈൻ ക്ലാസ് മിസ് ചെയ്താൽ കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്. സോ സൈലത്തിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ ഐ ഹോപ്പ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ, അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത്, മീൻസ് ഏത് ക്ലാസ് കേൾക്കുമ്പോഴാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടിക്കലി, അതായത് എന്താ പറയുക, ഭയങ്കര ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഈസി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറച്ച് ടൈം എടുത്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്, ഏതെന്നാണ് നമുക്ക് ട്രിക്സ് കിട്ടുന്നത്, അങ്ങനെയൊക്കെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതായത് തനിക്ക് ഏതാണോ, അതായത് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ ആസ് ആൻ ഇൻഡിവിജ്വൽ നമുക്ക് ബെറ്റർ എന്ത് ചെയ്യുക മനസ്സിലാക്കിയതിന് ശേഷമാണ് പറയാൻ പറ്റാം. സോ ഓഫ്ലൈൻ ക്ലാസ് മിസ് ചെയ്താൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ താൻ മനസ്സിലാക്കണം തനിക്ക് ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ ഏറ്റവും നല്ലതെന്ന്. സോ താനൊരു ഡേ സ്കോളർ ആണെന്നുണ്ടെങ്കിൽ തനിക്ക് ഈ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും മേ ബി വീട്ടിൽ നിന്ന് പോകാനായിട്ട്. പിന്നെ മാനുവൽ പവർ നമ്മൾ മീൻസ് ആസ് എ ഹ്യൂമൻ ബീങ് ഇപ്പോൾ ബസ്സിന് പോകേണ്ടി വരുമായിരിക്കും, നമുക്ക് മടി വരും അല്ലേ ഡെയിലി ക്ലാസ് ഒക്കെ പോവുക, മെനക്കെടാണ്. അപ്പോൾ അത് നമ്മളായിരിക്കും ടാബിൽ ക്ലാസ് ഉണ്ട് അപ്പം ഞാൻ ഓൺലൈൻ ക്ലാസ് കണ്ടാൽ പോരെ, അങ്ങനെയല്ല കേട്ടോ. മീൻസ് ആ ഒരു കംഫർട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്ന എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ട്രിക്സ് കിട്ടുന്നത്. അപ്പോൾ ആ ട്രിക്സ് വെച്ചിട്ട് മീൻസ് ഐഡിയാസ് വേണം. നമ്മളൊരു 720 മാർക്കിൻ്റെ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഏറ്റവും മീൻസ് ഏതാണ് തന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത്, അതായത് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ തന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഫസ്റ്റ് മനസ്സിലാക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഐ വുഡ് സേ ഓഫ്ലൈൻ ആയിരുന്നു എനിക്ക് കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ദാൻ ഓൺലൈൻ. അപ്പൊ താൻ ആദ്യം മനസ്സിലാക്കണം തനിക്ക് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ ബെറ്റർ, എന്നിട്ട് ആലോചിക്കാം ഓഫ്ലൈൻ ക്ലാസ് മിസ് ചെയ്താൽ കുഴപ്പമുണ്ടോന്ന്. അപ്പം ഡിപ്പെൻസ് ആണ്. എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത് ഈ ഓഫ്ലൈൻ ക്ലാസ് എന്നാണ് കൂടുതൽ ട്രിക്സും കാര്യങ്ങളൊക്കെ കിട്ടുക. ആൻഡ് ഐ വുഡ് സേ ഇറ്റ് വാരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. സോ താൻ ഫസ്റ്റ് അത് ആദ്യം മനസ്സിലാക്കണം. ആൻഡ് എന്നാൽ മാത്രമേ തനിക്ക് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ ബെറ്റർ എന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. പിന്നെ ചോദിച്ചാൽ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ എനിക്ക് തുടക്കത്തിൽ എല്ലാത്തിനും നോട്ട് ഉണ്ടായിരുന്നു. സെപ്പറേറ്റ് നോട്ട് എനിക്കുണ്ടായിരുന്നു, ഓർഗാനിക് ഇനോർഗാനിക് അങ്ങനെയൊക്കെ പറഞ്ഞ നോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ആദ്യമൊക്കെ പ്രോപ്പറായിട്ട് നോട്ട് പല കളർ പേനൊക്കെ മേടിച്ച് നോട്ടൊക്കെ എഴുതി അങ്ങനെയുള്ളൊരു നല്ല കുട്ടിയായിരുന്നു. ആൻഡ് സോ അതേ കമ്മിങ് ഇതാവുമ്പോഴത്തേനും നമുക്ക് അത്രയും കാര്യങ്ങൾ വരുമല്ലോ പഠിക്കാനായിട്ട്. തുടക്കത്തിൽ ഉണ്ടാവുന്ന പോലെയല്ലല്ലോ, ഇപ്പോൾ ഒരു 6 മാസത്തിന് ശേഷം നോക്കുമ്പോഴത്തേനും മീൻസ് നമുക്ക് കംപ്ലീറ്റ് കുറേ പോർഷൻ നമ്മൾ കവർ ചെയ്ത് വരുമ്പോഴത്തേനും നോട്ട് എഴുതി പഠിച്ച് മുന്നത്തെ റിവൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂല. അപ്പത്തേനും ഞാൻ നോട്ട് എഴുതി നിർത്തി. പിന്നെ ഞാൻ DPP ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഐ വുഡ് സേ DPP ഇറ്റ്സെൽഫ് ബെറ്റർ ആണ്. DPP തന്നെ തുടക്കം തൊട്ടേ നോക്കി പോയാൽ മതി. അതിൻ്റെ ഇടയിൽ നോട്ടിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. DPP തന്നെ റിവൈസ് ചെയ്ത് പോവാം. ഞാൻ ചെയ്തിരുന്നൊരു മെത്തേഡാണ് കേട്ടോ. അതായത് ഡെയിലി അല്ലെങ്കിൽ പക്ഷെ എനിക്ക് കുറേ ഒന്നും പ്രാക്ടിക്കൽ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ തുടക്കത്തിലൊക്കെ ചെയ്തിരുന്നു. അതായത് ഇപ്പോൾ ഒരു ചാപ്റ്ററിന് 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ 3rd പാർട്ട് എടുക്കുകയാണെങ്കിലും അതിന് മുന്നത്തെ 2 ദിവസം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, 2ാമത്തെ പാർട്ടും 1ാമത്തെ പാർട്ടും എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അത് എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വായിച്ച് പോകുമായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാന്നുണ്ടെങ്കിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു കാര്യമാണ്. അതായത് തുടക്കത്തിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് എല്ലാം വായിച്ചു പോവുക. പിന്നീട് എന്ത് ചെയ്യുക, ഇക്വേഷൻസ് അല്ലെങ്കിൽ മോസ്റ്റ്ലി നിങ്ങൾ ഏറ്റവും ചെറുതായിട്ട് ആ ഭാഗത്തിൽ എന്താ വരുന്നത് ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റിക്കി നോട്ട് വില കൊടുത്തിട്ട് അത് മാത്രം വായിച്ചു പോകുക. അത് ഡെയിലി നിങ്ങൾ വായിച്ചു പോകുക. നിങ്ങളിപ്പോൾ ഒരു 6ാമത്തെ പാഠം എത്തുകയാണെന്നുണ്ടെങ്കിലും അന്നത്തെ ദിവസം നിങ്ങൾ 1 തൊട്ട് 5 വരെയുള്ള പാഠങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത്രയും മൈന്യൂട്ടായി എഴുതി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു പോയി കഴിഞ്ഞാൽ എന്നും നിങ്ങൾ എന്ത് ചെയ്യാണ്, ഓരോ ഫോർമുലാസും കാര്യങ്ങളും ബ്രഷപ്പ് ചെയ്ത് പോവാണ്. അപ്പോൾ ആദ്യം എല്ലാം വായിക്കാം, പിന്നെ അത് കുറച്ച് വരിക. പിന്നെ നമ്മൾ വായിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അത് മതി ബാക്കി എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കാൻ. സോ അങ്ങനെയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. സോ അതൊക്കെ നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്ത് ലൈഫ് എന്നല്ല എൻട്രൻസ് എക്സാമിൽ സക്സീഡ് ചെയ്യാൻ നോക്കുക. എനിക്ക് പറ്റാതെ പോയ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കത് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയാൽ ഐ വുഡ് സേ ഇറ്റ് വുഡ് ബി ബെറ്റർ, ഇറ്റ് വുഡ് ഗിവ് യു എ ഗുഡ് റിസൾട്ട്. മെയിൻലി ഫോർമുലാസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫിസിക്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ഒക്കെ എനിക്ക് ആദ്യം എടുക്കുന്നുണ്ടാവും. പിന്നെ മോഷൻ്റെ സ്ട്രേറ്റ് ലൈൻ, മോഷൻ്റെ പ്ലേയിങ്, അതൊക്കെ അല്ലേ. അപ്പോഴത്തേനും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 6ാമത്തെ ചാപ്റ്റർ ഫോർ എക്സാമ്പിൾ ഏതായിരുന്നു, മറ്റേ റൊട്ടേഷൻ്റെ ചാപ്റ്റർ ഒക്കെ ഇല്ലേ, എനിക്ക് ഓർമ്മയില്ല ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആ ചാപ്റ്ററൊക്കെ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിലെ ഫോർമുലാസ് ഒക്കെ ഡെയിലി ഇങ്ങനെ വായിച്ച് പോവാണ്. അത് തന്നെ പ്ലേയിങ് അപ്പോൾ അത് ഡെയിലി നിങ്ങളിപ്പോൾ രാവിലെ ഒരു 1 hour സെറ്റ് ചെയ്യുക ഈ ഫോർമുലാസ് എല്ലാം വായിക്കാനായിട്ട്. അതായത് ആദ്യം നിങ്ങളെല്ലാം വായിക്കുക, മീൻസ് DPP പിന്നെ അത് കുറച്ച് വരിക. അപ്പം അങ്ങനെ വായിച്ച് പോകാന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. നിങ്ങൾ എപ്പോഴും ഓർമ്മ ഉണ്ടായിരിക്കും. സോ അതൊക്കെ പ്രാക്ടിക്കലി കൊണ്ടുവരാന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ DPP തന്നെ ഇറ്റ് വുഡ് ബി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് നോട്ടൊക്കെ എഴുതി ടൈം വെറുതെ വേസ്റ്റ് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സ്റ്റിക്കി നോട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി, അതായത് ഒരു ചാപ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി സ്റ്റിക്ക് ചെയ്ത് വെച്ചൊക്കെ പോയാൽ
നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. ബിന്ദിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഐ ഹോപ്പ് ബിന്ദിക്ക് ആൻസർ സാറ്റിസ്ഫൈഡ് ആയി എന്ന്. ചേച്ചി എങ്ങനെയാ പഠിച്ചത്, എന്തൊക്കെ മിസ്റ്റേക്സ് പറ്റിയെന്ന് പറയാമോ? ഇനി 1 ഇയർ കൂടി റിപ്പീറ്റ് ചെയ്തെങ്കിൽ ചേച്ചിയുടെ സ്ട്രാറ്റജി എന്താവും? ലൈക്ക് അങ്ങനെയൊക്കെ. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ടിപ്സ് പറയുമോ? ടിപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞില്ല നല്ല ഡെയിലി നിങ്ങൾ വായിച്ച് പോവാന്ന്, റിവിഷൻ ചെയ്യുക എന്നുള്ളത്. മുന്നേ പഠിച്ച കാര്യങ്ങൾ ഡെയിലി ബ്രഷപ്പ് ചെയ്ത് പോവുക. അതായത് എക്സ്പെഷ്യലി ഫോർമുലാസ് ആണ്. ഇപ്പോൾ E=MC², അതുപോലെ തന്നെ ജിയുടെ ഫോർമുല ഉണ്ട്, മറ്റേ M1 M2 ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള, പിന്നെ കെമിസ്ട്രിയിലാണെന്നുണ്ടെങ്കിലും കുറേ ഫോർമുലാസ് ഉണ്ട്. പിന്നെ ഓർഗാനിക് എടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ എന്നും ഓർഗാനിക് വായിക്കാം. GOC1 GOC2 എന്നൊക്കെ പറഞ്ഞിട്ടാണ് സയൻസിലുള്ളത്. അപ്പോൾ എന്നും ആ പോർഷൻസ് വായിക്കുക. ഓർഗാനിക് എടുത്തുവാണെങ്കിൽ അന്നോട്ടിട്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യുക, ഓർഗാനിക്കിന്റെ പോർഷൻസ് വായിക്കാം. ഇൻഓർഗാനിക് ആണ് എപ്പോഴും ഓർത്തിരിക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പൊ ഇൻഓർഗാനിക് പ്രോപ്പറായിട്ട് പഠിച്ചു പോവുക. ഇൻഓർഗാനിക് ബൈഹാർട്ട് പഠിച്ചേ പറ്റൂ. അപ്പൊ അതും എടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വായിക്കാം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഫിസിക്സും കെമിസ്ട്രിയും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഈസി ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പ്രോബ്ലംസ് ചെയ്യുക, ഡെയിലി പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, ടാർഗറ്റ് വെച്ചിട്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക. ആൻഡ് ഞാൻ ഒരു ഇയറും കൂടി ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ 1 ഇയറും കൂടി അതായത് റിപ്പീറ്റ് ചെയ്യുക, അതായത് റിപ്പീറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യം. ആൻഡ് ഞാൻ റിപ്പീറ്റ് ചെയ്തിരുന്നുവെങ്കിൽ എൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മിസ്റ്റേക്സ് ഒക്കെ മോസ്റ്റ് പ്രോബ്ലി ഞാൻ എന്ത് ചെയ്തായിരിക്കും, തിരുത്തുമായിരിക്കും. അപ്പോൾ റിപ്പീറ്റ് ചെയ്തപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തൊരു മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ഡൺ എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ബട്ട് ഐ ഹാവ് ഡൺ എ ലോട്ട് ഓഫ് എന്താ പറയുക കറക്ഷൻസ് ഞാൻ ചെയ്തിട്ടില്ല. അതായത് ഞാനിപ്പോൾ ഒരു 720 മാർക്കിന്റെ എക്സാം എഴുതി കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇതൊക്കെ ശരി, ഇതൊക്കെ അങ്ങനെ ഞാൻ നോക്കും. എനിക്ക് എൻ്റെ മാർക്ക് എത്രയാണെന്ന് അറിയാൻ എനിക്ക് ക്യൂരിയസ് ആയിരിക്കും. പക്ഷെ ഞാനത് കറക്റ്റ് ചെയ്ത് എനിക്ക് തെറ്റിയ മിസ്റ്റേക്ക് അനാലിസിസ് ഒക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മടിയാണ്. കാരണം ഇപ്പോൾ ഒരു 720 മാർക്കിൻ്റെ എന്ന് പറയുമ്പോഴത്തേനും എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എല്ലാവർക്കും അറിയാമല്ലേ. അപ്പം അത്രയും 180 ക്വസ്റ്റ്യൻ സംതിങ് ഉണ്ടാവും. അപ്പൊ ഞാൻ ആക്ച്വലി ഒരു 19 ക്വസ്റ്റ്യൻ എത്തുമ്പോഴത്തേനും, ഫസ്റ്റ് ഫിസിക്സ് ഒക്കെ എത്തുമ്പോഴത്തേനും മടുക്കും. ഞാൻ ബയോളജി എടുക്കും, ബയോളജി തീർക്കും. അപ്പോഴത്തേനും ഐ വിൽ ബി ജസ്റ്റ് ഫെറ്റിക്. പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ മറ്റേ വാഴ വെട്ടിയിട്ട പോലെ ഞാനിങ്ങനെ, അതായിരിക്കും എൻ്റെ അവസ്ഥ. എന്താണെന്ന് അറിയില്ല. അപ്പം അങ്ങനെ എനിക്ക് നല്ല മടി ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് ഞാൻ മെയിൻലി എന്താ പറയുക തിരുത്തുന്നൊരു കാര്യം. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ മിസ്റ്റേക്ക് അനാലിസിസ് ചെയ്യും. എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു എന്നുള്ളതല്ല, എത്ര ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ മേ ബി ചെയ്യുമായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, എനിക്കിങ്ങനെ ബ്രഷപ്പ് ചെയ്ത് വരണം, ആ ഒരു ഐഡിയ എനിക്കുണ്ടായിരുന്നു. എല്ലാ ദിവസവും മുന്നേ പഠിച്ച കാര്യങ്ങൾ ബ്രഷപ്പ് ചെയ്ത് പോകണം. അത് ആക്ച്വലി പ്രോപ്പറായിട്ട് പോകാന്നുണ്ടെങ്കിൽ ഭയങ്കര നൈസ് ആയിട്ടുള്ള ഐഡിയ ആണ്. അതെനിക്ക് കുറച്ച് നാളൊക്കെ ചെയ്തിരുന്നു, പിന്നീട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതും മോസ്റ്റ്ലി ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചെയ്യുമായിരുന്നു എന്ന് തോന്നുന്നു. ഇതൊക്കെ തന്നെയാണ് ചെയ്യാ, മീൻസ് ഞാൻ റിപ്പീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതൊക്കെ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ പ്രത്യേകിച്ച് സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരിക്കും എൻ്റെ സ്ട്രാറ്റജി. മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക, അങ്ങനെയൊക്കെ മുന്നോട്ട് പോവുക എന്നുള്ളതായിരിക്കും ഞാൻ റിപ്പീറ്റ് ചെയ്തിരുന്നുവെങ്കിൽ എൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഈ ആൻസറും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്കീം എഴുതിയില്ലേന്നാണ്. സോ ഏതൊരു എൻട്രൻസ് എക്സാം റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടിയും ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഒരുവിധം പറ്റുന്ന എല്ലാ എൻട്രൻസ് എക്സാമുകളും കോളേജുകളും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യണം. കാരണം നമുക്ക് ഒന്നിനെയും ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പൊ തന്നെ നമുക്ക് അറിയാലോ, നീറ്റ് വന്നു, റീനീറ്റ് വന്നു. അപ്പൊ പല സ്കോറുകളാണ്. അതായത് ആദ്യത്തെ നീറ്റ് എക്സാമിന് കിട്ടുമെന്ന് വിചാരിച്ച പല കുട്ടികൾക്കും എന്തില്ല, റീനീറ്റിന്റെ മാർക്ക് വന്നപ്പോഴത്തേനും ദേ ആർ നോട്ട് ഹാവിങ് എ ചാൻസ് ടു ഗെറ്റ് ടു എ മെഡിക്കൽ കോളേജ്. അപ്പൊ അത് പലരെയും ഡിപ്രഷനിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ടാവും, ഡെഫിനറ്റ് ആയിട്ട് എത്തിച്ചിട്ടുണ്ടാവില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഓപ്ഷൻ എ ഇപ്പൊ നീറ്റ് ആണെങ്കിലും ജെ ആണെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഓപ്ഷൻ ബി നിങ്ങൾ അപ്പുറത്ത് സെറ്റ് ചെയ്യണം, ഒരു ഓപ്ഷൻ സി അതിന്റെ അപ്പുറത്ത് നിങ്ങൾ സെറ്റ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, കീം ഇപ്പൊ ജെ എഴുതുന്ന കുട്ടികൾ എന്തായാലും കീം എഴുതണം. പിന്നെ നിങ്ങൾ ഏതൊക്കെ ഓപ്ഷൻ, VIT എക്സാം എഴുതാം, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ എക്സാം എഴുതാം, ബിറ്റ്സ് എഴുതാം, ബിറ്റ്സ് പിലാനി അത് എഴുതാം. പിന്നെ നിങ്ങൾക്ക് എന്താണ് വേറെ ഏതാ, നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിന് പോകാൻ പറ്റുന്ന കുസാറ്റ് എഴുതാം. അപ്പൊ അത്തരത്തിലുള്ള കുറെ എക്സാംസ് ഉണ്ടല്ലോ അല്ലെ. അപ്പൊ അതൊക്കെ എഴുതാം കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ കീം എഴുതിയില്ല എന്നാ ചോദിച്ചത്. ഡെഫിനറ്റ്ലി ഞാൻ കീം എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ നീറ്റ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ഞാൻ കീം എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ ഐസർ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഞാൻ IMUCT എഴുതിയിട്ടുണ്ടായിരുന്നു. IMUCT എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ LBS അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ജെയുടെ phase 1 എഴുതിയിട്ടുണ്ടായിരുന്നു, phase 2 എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഏതാ എഴുതിയേ, ഇതൊക്കെ തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ള എക്സാംസ്. ഐ ഹോപ്പ് അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്കും
എന്താണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇന്നത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഒരു ഓപ്ഷൻസ് ഇങ്ങനെ വെച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോ എന്താ പറയാ, നമ്മൾ വിചാരിക്കുന്ന കാര്യം എപ്പോഴും നമ്മുടെ ലൈഫിൽ നടക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഓപ്ഷൻ എ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഓപ്ഷൻ ബിയും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്. ഇപ്പൊ ജെക്ക് മാത്രം ഫോക്കസ് ചെയ്യാതെ കീമും കൂടി നിങ്ങളൊരു ഓപ്ഷനായി വെക്കുക, അല്ലെങ്കിൽ കുസാറ്റും കൂടി. കുസാറ്റൊക്കെ നല്ലൊരു ഓപ്ഷൻസ് ആണ് അല്ലെ, കുസാറ്റ് വെക്കാം. അതുപോലെ തന്നെ പിന്നെ അങ്ങനെ കുറെ ഉണ്ടല്ലോ, VIT ഒക്കെ നല്ല ഓരോ ഓപ്ഷൻസ് ആണ്, ബിറ്റ്സ് നല്ല ഓപ്ഷൻ ആണ്. അപ്പൊ അതൊക്കെ വെക്കാന്നിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക. ഇപ്പൊ ഒന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ലൈഫ് മൊത്തം തകർന്നു പോയിന്ന് വെക്കാതെ പ്രാക്ടിക്കലി മുന്നോട്ട് പോകുന്നതിന്റെ കാരണമാണ് നമ്മൾ പല എക്സാംസും പല കോളേജസും ഒക്കെ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ സെഡ്. കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാനും സൈലം ഹൈബ്രിഡ് തൃശൂർ ജെയിലാണ് പഠിക്കുന്നത്. എനിക്ക് അവിടുത്തെ രീതികൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് ഓൺലൈൻ ക്ലാസ് ആണ് കൂടുതൽ മനസ്സിലാകുന്നത്. ഞാൻ ഓൺലൈൻ മാറണോ ഓഫ്ലൈൻ ക്ലാസ് എനിക്ക് അത്ര നല്ലതായി തോന്നുന്നില്ല. പിന്നെ ഇവർ എവിടെയായി കണ്ടിന്യൂസ് ഓഫ്ലൈൻ ക്ലാസ് വെക്കുന്ന എനിക്ക് ദേഷ്യം വരുന്നു. എങ്ങനെയാ പഠിക്കാനാണ്? എനിക്കെല്ലാം ബാക്ക്ലോഗ്സ് ആണ്, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നില്ല. റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണല്ലേ. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 5 മാസമുണ്ട്. ആൻഡ് ഇഫ് യു ഫീൽ ദാറ്റ് യു ആർ നോട്ട് ഏബിൾ ടു ഗെറ്റ് സംതിങ് ഫ്രം ദ ഓഫ്ലൈൻ ക്ലാസ് ബട്ട് യു ആർ getting something from online class, I would say just prefer online prefer ചെയ്യുക. തനിക്ക് ഇപ്പോഴും കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ജെയിൽ ഫോക്കസ് ചെയ്യുക. ആൻഡ് ഇഫ് യു ആർ തിങ്കിങ് ദാറ്റ് യു ആർ നോട്ട് എനിക്ക് കിട്ടൂല, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ കീമിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുക, പഠിക്കുക. ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഫോക്കസ് ചെയ്യുക. അതായത് ഇപ്പൊ നിങ്ങൾ ഓൺലൈൻ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പൊ രാവിലെ തൊട്ടിട്ട് ഒരു ഈവനിങ് വരെ പഠിക്കുക. അതിനുശേഷം വൈകുന്നേരം, അപ്പൊ അത്രയും നേരം നിങ്ങൾ അത്യാവശ്യം സ്ട്രെങ്ത് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ അത്യാവശ്യം എനർജി ഒക്കെ കൊടുത്ത് ജെയ്ക്ക് പഠിച്ചതിന് ശേഷം ബാക്കിയുള്ള സമയം കുറച്ച് മീൻസ് ലോ എനർജി മതിയായിരിക്കും കീമിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ആ സമയത്ത് കീമിന് ചെയ്യാം. അങ്ങനെയൊക്കെ ആയിട്ട് ബാലൻസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, തനിക്ക് എന്തുകൊണ്ട് ഓഫ്ലൈൻ ക്ലാസ് പറ്റാത്തതെന്നും കൂടി താൻ ചിന്തിക്കണം. മേ ബി തനിക്ക് ഫാക്കൽറ്റിയുടെ പ്രശ്നം മാത്രമായിരിക്കാം. നമുക്ക് മടി എന്ന് പറഞ്ഞ സംഭവം മനുഷ്യന്മാരാണ്, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, എനിക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഓഫ്ലൈൻ മിസ് ചെയ്യരുത്. അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഓഫ്ലൈൻ ക്ലാസ്സിൽ കുറച്ചുകൂടി ട്രിക്സ് ഒക്കെ കിട്ടുന്ന ഒരു സന്ദർഭമാണെന്നുണ്ടെങ്കിൽ ട്രൈ ടു അറ്റൻഡ് ഓഫ്ലൈൻ ക്ലാസ് ഞാൻ പറയും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഓഫ്ലൈൻ പോയി ക്ലാസ് കേൾക്കുക, എന്നിട്ട് വീട്ടിൽ വന്നിട്ട്, പക്ഷെ അത് ഡിപ്പെൻസ് ആണ് ഓരോ വ്യക്തികളെയും സംബന്ധിച്ചിട്ട്. അപ്പൊ അത് ഇങ്ങനെയാണ്. ഇപ്പൊ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന മെജോറിറ്റി ഫാക്കൾട്ടീസ് ഐ വുഡ് സേ ഇന്ന് സൈലത്തിൽ ഇല്ല. ഞാൻ സൈലം തൃശ്ശൂരിലാണെങ്കിലും കോഴിക്കോടിൽ ഞാൻ പഠിച്ചിരുന്നത്. അപ്പൊ അവിടുത്തെ ഞാൻ കണ്ടിട്ടുള്ള പല ഫാക്കൾട്ടീസും ഇന്ന് അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണ് ഇപ്പൊ ആരവിടെ പഠിപ്പിക്കുന്നത്, ആ പഠിപ്പിക്കുന്ന രീതി എന്താണെന്ന് എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്നെ പഠിപ്പിച്ചിരുന്ന കുറെ പേര് അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാൾ പറയുന്ന ഒരു കാര്യം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഓഫ്ലൈൻ ക്ലാസ് മനസ്സിലാവുന്നതാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് നിന്നെങ്കിൽ എനിക്ക് മെജോറിറ്റി പേരും പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുമായിരുന്നു. പക്ഷെ അവരാരും അവിടെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അവർ ഉറപ്പ് പറയാത്തത്. അപ്പൊ തനിക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒട്ടും മനസ്സിലാവുന്നില്ല എന്നെങ്കിൽ ഐ വുഡ് സേ ഓൺലൈൻ പ്രിഫർ ചെയ്തിട്ട് മുന്നോട്ട് പോക്കോ. പക്ഷെ പ്രോപ്പർ ആയിട്ട് മുന്നോട്ട് പോകണം. ഓൺലൈൻ ആണെന്ന് പറഞ്ഞിട്ട് ഉഴപ്പരുത്. വീട്ടിലെ ഓൺലൈൻ ആണെന്നുണ്ടാകുമ്പോൾ എന്താ, നമ്മുടെ കയ്യിൽ ഫോണുണ്ട്, TV ഉണ്ട്, വീട്ടിലെ ആൾക്കാരുണ്ട്, നമ്മൾ അവിടെ സംസാരിക്കും. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരും. പക്ഷെ അല്ലെങ്കിൽ പിന്നെ ഓഫ്ലൈൻ പോവാ. ഞാൻ മാക്സിമം ഓഫ്ലൈൻ പോവാനേ പറയുള്ളൂ കേട്ടോ. കാരണം ഓഫ്ലൈൻ പോകുന്ന ഒരു സമയമായിരിക്കും നമുക്ക് വീട്ടിലെ അറ്റ്മോസ്ഫിയറിന് ഒരു ചേഞ്ച്. നമ്മുടെ കംഫർട്ട് സോണിൽ എപ്പോഴും ഇരുന്നിട്ട് മടുക്ക് നമുക്ക് വീട്ടിലിരിക്കുമ്പോഴത്തേനും പറയുന്ന പോലെ ഒന്നല്ല. പക്ഷെ നമ്മൾ ഓഫ്ലൈൻ ആകുമ്പോഴത്തേനും ക്ലാസ് പോകുന്നുണ്ടല്ലേ, ക്ലാസ് പോകുമ്പോഴത്തേനും എന്തായാലും മോസ്റ്റ് പ്രോബബ്ലി എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ കിട്ടാന്നുണ്ടെങ്കിൽ അത്രയും അവിടെ ഇരിക്കുക, ബാക്കി സമയം വരുന്ന കീം ക്വസ്റ്റ്യൻസ് ചെയ്യുക, പിന്നെ നെക്സ്റ്റ് ഡേ ഓൺലൈനിൽ ജെയ്ക്ക് പഠിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ചും നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ തനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ ക്ലാസ്സിൽ നിന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യേ അങ്ങനെയൊക്കെ ചെയ്യാലോ. അല്ലെങ്കിൽ വേറൊരു കാര്യം, തനിക്ക് ഏതെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള, ഞാനൊരു ജെയോ നീറ്റോ ഒരു എന്താ പറയുക അത്രയും എക്സ്പീരിയൻസ്ഡ്, ഞാൻ ഒരു തവണ റിപ്പീറ്റ് ചെയ്തു എന്നല്ലാണ്ട് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നുമില്ല. തനിക്ക് അവിടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ അവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് നോക്ക്. എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന പോലെ തന്നെ അവരുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും. എനിക്കും അവിടെ കുറച്ച് ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റീസ് ഡെഫിനറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാളുടെ അടുത്തൊക്കെ പോയിട്ട് ഒന്ന് ചോദിച്ചു നോക്കുക, എനിക്ക് ഇതാണ് എൻ്റെ അവസ്ഥ, എനിക്ക് ഏതായിരിക്കും ബെറ്റർ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഞാൻ പറയാം, എനിക്ക് അവിടെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു സാറാണ് ഫിസിക്സ് എടുത്തിരുന്നത്, റിറ്റോ എന്ന് പറഞ്ഞിട്ടൊരു സാറ്.
അപ്പൊ ഞാൻ ആക്ച്വലി പലതും സാറിന്റെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പറ്റില്ല അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. സോ ബേസിക്കലി മീൻസ് ആരെങ്കിലും അടുത്ത് തനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫാക്കൽറ്റിയുടെ അടുത്ത് ഓവർ മോട്ടിവേഷൻ കിട്ടുന്ന ആളുടെ അടുത്ത് പോയിട്ട് ചോദിക്കരുത് കേട്ടോ. തനിക്ക് ജെന്യൂൻ ആണ് തോന്നുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് ചോദിക്കുക. ചിലർ ഭയങ്കരമായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് ഓവർ മോട്ടിവേഷൻ ആയിരിക്കും, അതിന്റെ ആവശ്യമില്ല. തനിക്ക് ഭയങ്കര ജെന്യൂൻ ആണ് തോന്നുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാം. ഇതാണ് എന്റെ അവസ്ഥ. എനിക്ക് ഓൺലൈൻ ആണോ ബെറ്റർ ഓഫ്ലൈൻ ആണോ ബെറ്റർ? അല്ലെങ്കിൽ ഞാൻ ഓഫ്ലൈൻ വന്നിട്ട് ഞാൻ എങ്ങനെയാണ് കൂടുതൽ ഫോക്കസ്, ആണ് തന്റെ താല്പര്യം, ജെയ്ക്ക് ഞാൻ എങ്ങനെ ഫോക്കസ് ചെയ്യും, എനിക്ക് എങ്ങനെ കിട്ടും? അല്ലെങ്കിൽ എനിക്ക് ജെയ് എന്റെ ഒരു ഓപ്ഷൻ എ ആണ് ആൻഡ് ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ കീമാണ്. അപ്പൊ ഇൻ കേസ് എനിക്ക് ജെയ് കിട്ടില്ലെങ്കിൽ കീം എനിക്ക് കിട്ടിയേ പറ്റൂ. അപ്പൊ അത് കിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത്? അങ്ങനെ ഒന്ന് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പോയി ചോദിച്ചിട്ടൊക്കെ വരാം കേട്ടോ, തനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയുടെ അടുത്ത്. അപ്പോ ഇതൊക്കെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഐ ഹോപ്പ് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ആൻഡ് ഐ വുഡ് സേ മൈ ആൻസേഴ്സ് വർ നോട്ട് പെർഫെക്റ്റ് ബിക്കോസ് ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതിന്റെ ഒരു ജെയോ നീറ്റോ അങ്ങനത്തെ ഒരു കോച്ചിങ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. എനിക്ക് പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്. സോ ഇനി എന്തെങ്കിലും എന്നിൽ നിന്ന് എന്ത് വീഡിയോസ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കോമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. എനിക്ക് ആക്ച്വലി എൻ്റെ ഒരു പാഷൻ പോലെയാണ് ഞാൻ യൂട്യൂബ് കണ്ടിന്യൂ ചെയ്യുന്നത്. എനിക്ക് ആക്ച്വലി അത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. സോ ഐ ഹോപ്പ് എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ, this is me, Anamika Pradeep, signing off.